അപ്പോൾ ലൈവ് കേൾക്കുന്നുണ്ടോ? 2 ഇയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് കേൾക്കുന്നില്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വേറൊരു ഡിവൈസിലോട്ട് മാറിയിട്ടുണ്ട്. സോ ഓക്കെ, എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇപ്പം ഞാൻ ഇടുന്നില്ല, കയ്യിലൊരു ഗിറ്റാറുണ്ട്, അതുകൊണ്ട് ഓക്കെ ഓക്കെ ഓക്കെ. ഹായ് ശ്രീജിത്ത്. ആനന്ദ് വന്നിട്ടുണ്ട്. ആനന്ദേ, എന്ത് കേൾക്കാം, ഇവനെ ഭയങ്കര സുഖമുള്ളതാണ് കേട്ടോ. എന്നെ ഇപ്പൊ ഇവിടെ വന്ന് കളിയാക്കൊക്കെ ചെയ്യും. ആനന്ദേ, സുഖമല്ലേ? എന്തൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? ഓക്കെ. പിന്നെ ഇന്ന് ആക്ച്വലി എൻ്റെ ആദ്യം പറഞ്ഞ ഇൻട്രോ എല്ലാം ഞാൻ അപ്പോൾ വേസ്റ്റ് ആയി. ഓഡിയോ അപ്പോൾ ക്ലിയർ അല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇച്ചിരി ഇതായി പോയത്. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഡേ ആയതാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. രാജ്യം 75th ഇൻഡിപെൻഡൻസ് ഡേ ആണ് ആഘോഷിക്കുന്നത്. അങ്ങനെ ഒരു 75 വർഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ഈ നിൽക്കാൻ സാധിച്ചു. ബ്രിട്ടീഷ് കാലം എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തൊക്കെ. അതിൽ നിന്ന് ഒരുപാട് നമുക്കിപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ഇവിടെ നിൽക്കുന്നത് ഇന്ത്യയുടെ ഭടന്മാരും ഇന്ന് കോവിഡ് സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യമൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഡോക്ടേഴ്സിനും എനിക്ക് തോന്നിയിട്ടുള്ളത് ഡോക്ടേഴ്സും നമ്മുടെ ഈ സോൾജേഴ്സിനുമാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സുമോദ് കെ ജോസഫ്, ക്ലിയർലി അറിയില്ല എന്താ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഈ ലൈവില് വന്ന് എന്നെ തില്ല എന്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്, എന്റെ ജൂനിയർ ആയിരുന്നു. ഞാൻ MCom പഠിച്ചപ്പോഴത്തേക്ക് എന്റെ ജൂനിയർ ആയിരുന്നു തില്ല. അപ്പോ ഇത് തില്ലയാണ് എനിക്ക് ഇങ്ങനെ ഒരു ദിവസം വരാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾക്ക് അപ്പൊ ഞാൻ ഈ 1 മണിക്കൂർ ഇവിടെ കാണും. നിങ്ങൾക്ക് ഏത് സോങ്സ് വേണേൽ റിക്വസ്റ്റ് ചെയ്യാം. എനിക്ക് പറ്റുവാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഗിറ്റാറും വെച്ച് സോങ്സ് പാടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം അഡ്മിൻസ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി ചേച്ചിയുണ്ട്, പിന്നെ ഇർഷ എന്ന് ചേട്ടനുണ്ട്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഞാൻ താങ്ക്സ് പറയുന്നു. എനിക്കിങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതും ഇങ്ങനൊരു ചാൻസ് തന്നതിനുമായിട്ട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ. സന്ദീപ് ഹായ്. ജെയ്സൺ വർഗീസ് ചേട്ടൻ ഓക്കെ ഹായ് ചേട്ടാ. ചേട്ടൻ എവിടെ നിന്നുള്ളതാണ്? നല്ല പരിചയം. ഓക്കെ തുടങ്ങിക്കോ, എല്ലാം ഓക്കെ ആയി അടിപൊളിയായി തുടങ്ങിക്കോ. ഓക്കെ ഏട്ടാ, ഇപ്പൊ നമുക്കിനി പോലെ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ പോയി. പൂമരത്തിലെ പാട്ട് ഇതെന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ്. ഞാൻ പലയിടത്തും ഒരുപാട് പാടിയിട്ടുള്ളതാണ്. ഓക്കെ ഏട്ടാ, താങ്ക് യു ഫോർ റിക്വസ്റ്റിംഗ് ദാറ്റ് സോങ്. ഓക്കെ, ചേട്ടന് ഇഷ്ടമുള്ള ഒരു സോങ് പാടി തുടങ്ങാം. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പാടി തുടങ്ങാം. ആക്ച്വലി എനിക്ക് ലിസ്റ്റ് ചെയ്തേക്കുന്ന സോങ്സിനകത്ത് ഞാൻ ഇപ്പൊ വെച്ചിരിക്കുന്നത് ഓണത്തിന്റെ സമയം ആയതുകൊണ്ട് അങ്ങനത്തെ 2-3 സോങ്സും എന്റെ കളക്ഷനിലുണ്ട്. അത് സമയമാകുമ്പോഴത്തേക്കും ഞാൻ കറക്റ്റ് ആയത് വരുമ്പോഴത്തേക്കും ഞാൻ പാടാം. സോ എന്തൊക്കെയാ വേറെ? ഹായ് മുഹമ്മദ് ഷരീഫ്, ഹായ് അയച്ചിട്ടുണ്ട്. താങ്ക് യു. യെസ്, നന്നായിട്ടുണ്ട് തില്ല. താങ്ക് യു തില്ല. എന്തൊക്കെയാണ് വേറെ പറഞ്ഞ? ജെയ്സൺ ചേട്ടൻ പറഞ്ഞ പൂമരത്തിലെ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഏതായാലും ഇനി ഇതുപോലത്തെ സോങ്സ് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ
എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ പാടുന്നതായിരിക്കും. അപ്പോൾ ഒരു മിനിറ്റ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം കുറച്ച്, അതിനുവേണ്ടി ഞാൻ സോങ് സെറ്റ് ചെയ്തു. നിർമ്മൽ ചേട്ടൻ കൊള്ളാലോ, ഹായ് അയച്ചിട്ടുണ്ടല്ലോ. ഇതില് നമ്മുടെ ഇപ്പോൾ പുറത്ത് വിദേശത്തൊക്കെ ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം ഞാനിപ്പോൾ സൗദിയിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ സൗദി വന്നിട്ട് 2 വർഷത്തോളമായി. അപ്പോൾ ഞാൻ ഇവിടെ അക്കൗണ്ടൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതുപോലെ തില്ല എങ്ങനെ ജസ്റ്റ് ഒരു ദിവസം ഇവളുടെ കോള് വന്നു. തില്ല വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഗിറ്റാറുണ്ടോ ചേട്ടാ? ഞാൻ പറഞ്ഞു ഗിറ്റാറുണ്ട്, എന്ത് പറ്റി? അപ്പോൾ അത് ഞാൻ ഇവിടെ ഗിറ്റാറൊന്നും വാങ്ങിച്ചിട്ടില്ല, ഇവിടെ ഒരു ഡ്രൈവറിൻ്റെ ഒരു ഗിറ്റാറാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പുള്ളി എനിക്ക് ഗിറ്റാർ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് പാടിയതാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ ഒരുപാടുണ്ടില്ല, ഇഷ്ടമുള്ള പാട്ടുകൾ മാത്രമേ എൻ്റെ കാണത്തുള്ളൂ. അപ്പോൾ ഏത് വേണേ പാടാം. ഒരു മിനിറ്റ് നെഞ്ചാലകം ഏതു കാതോർക്കയായി നിൻരാവുകൾ കാറ്റായി വരും പിന്നെ ചേട്ടാ ബഹ്റൈനിലാണോ? അപ്പോൾ നമ്മൾ തൊട്ടടുത്താണല്ലോ. ഞാൻ തൊട്ടടുത്ത് സൗദി അറേബ്യയിലാണ്. ഇവിടെ ജുബൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ 2 വർഷമായി ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഗാർനെറ്റ് അറേബ്യ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? യെസ്, പിന്നെ നല്ല നല്ല സോങ്സ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നല്ല നല്ല സോങ്സ് വരുവാണെങ്കിൽ ഞാൻ അതുപോലെ തന്നെ പാടുന്നതായിരിക്കും. ഒരു മിനിറ്റ്, പിന്നെ ഞാൻ പാടാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇതില്ല, അത് കഴിഞ്ഞിട്ടുണ്ട്. രശ്മി ചേച്ചി, ഞാൻ ചേച്ചിയുടെ മെസ്സേജ് നേരത്തെ കണ്ടായിരുന്നു, പക്ഷെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. ചേച്ചി ഒരു മിനിറ്റ്, ചേച്ചിയുടെ മെസ്സേജ് ഞാൻ ഒന്ന് വായിച്ചിട്ടെ. ഇഷ്ടമുള്ളൊരു പാട്ട് പാടാൻ കേട്ടോ. ഇഷ്ടമുള്ളൊരു പാട്ടാണ് പാടിയത്. ചേട്ടൻ, ജെയ്സൺ ചേട്ടൻ എന്ന് വിളിക്കുന്നു. ഈയിടയ്ക്കായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിനകത്ത് വന്നൊരു പാട്ടായത്. മന്ദാരച്ചെപ്പുണ്ടോ? അടിപൊളി. ഇങ്ങനത്തെ റെക്കമെൻഡേഷൻസ്. ആനന്ദ് ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആനന്ദ് നീ ലൈവ് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. നിന്റെ ലൈവ് ഞാൻ കയറത്തില്ല എന്നൊക്കെ പറഞ്ഞതാണ്. അവൻ വന്ന ഏതായാലും നന്നായി. അവൻ റിക്വസ്റ്റ് ചെയ്ത പാട്ട് ഞാൻ എന്തായാലും പാടുന്നതായിരിക്കും. ഏതാണ് ഈ പാട്ട്? ഓക്കെ, ഒരു
പ്രവാസികൾക്കൊരു സോങ്. ഓക്കെ, അത് ഞാൻ എന്തായാലും പ്രവാസികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയാണ് ജേക്കബിന്റെ സ്വർഗരാജ്യം അല്ലെ. അതിനകത്തെ ഒരു സോങ് ഞാൻ എന്തായാലും പാടുന്നതായിരിക്കും. സോങ് ഒരു മിനിറ്റ് ചേട്ടാ. മഞ്ഞണിഞ്ഞു മുന്നിൽ വന്ന് കനക ചിറക് തുന്നിടും ഹൃദയ സൂര്യനും ചിരി പകർന്നിത പണ്ടു കേട്ടൊരാ വീരകഥയിലെ സ്വപ്നഭൂമിയോ സ്വർഗരാജ്യമോ പൊന്നണിഞ്ഞു മുന്നിൽ വന്ന ദേവകന്യ പോലുരുണ്ണിയോ ദുബായ്. മഞ്ഞണിഞ്ഞു മുന്നിൽ വന്ന ദേവകന്യ പോലുരുണ്ണിയോ ദുബായ് ദുബായ്. ഓക്കെ, അങ്ങനെ പ്രവാസികൾക്ക് വേണ്ടി ഒരു സോങ് ഞാൻ പാടിയിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, ക്ലാപ്പ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, എൻ്റെ ലൈവിൽ നല്ല അതുണ്ട്, മെസ്സേജസ് എല്ലാം ഞാൻ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. എനിക്കൊന്നും വന്നില്ല. എനിക്ക് ജസ്റ്റ് എന്തോ മെസ്സേജസ് ഒക്കെ ഉണ്ട്. മെസ്സേജസ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അയക്കണേ, കാരണം ഞാൻ മിസ്സായി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരിലേക്ക്, എന്നാലേ ഇത് കുറച്ചുകൂടെ ഇതായിട്ട് വരത്തുള്ളൂ. സോ മെസ്സേജസ് ചെയ്താൽ മിസ്സായ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചേക്കണേ, ഒന്നുകൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. ഞാൻ പാട്ട് നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ പാടാവുന്നതായിരിക്കും. സന്ദീപ് മൊഴികളും മൗനങ്ങളും. ഓക്കെ, പാടാം. ഏറെ പിടഞ്ഞു തുടിച്ചു നിന്നെ നിലച്ചു ഏതോ രാത്രി മഴ ചേരിൻവാനിതയിൽ നീ എന്നെ തിരിഞ്ഞു അറിയാതെ അറിയാതെ വന്നു മനസ്സിന്റെ മയിൽ പീതി ഇളം തെന്നലേ മഞ്ഞ പൂക്കളെ കുളിരോളമേ നിറവാനമേ ഇത് മുൻപ് നാം പ്രണയാത്രമായി പറയാൻ മറന്ന കഥയോ. സന്ദീപെ, ഞാൻ ആ പാട്ട് റിക്വസ്റ്റ് ചെയ്ത് പാടിയിട്ടുണ്ടേ. പവിഴ മഴയെ മധുരമോറും ചിരിയാലെ നീ സമ്മതം മൂളുമോ അകതാരിൽ അഴിനിക്ക് നീ മഴയാകാൻ പോരുമോ കാലമാകുന്ന തോണിയിൽ നമ്മൾ എന്തിനായി ചേരവേ പീതി നീർത്തുന്നൊരായിരം ജാലമിന്നിരുന്നാകവേ പവിഴ മഴയേ പെയ്യുമോ ഇന്നിവളേ മൂടുമോ വെപ്പനി എൻ കനവുകളെ എഴുതിയ താരകങ്ങളെ കാണുവാൻ പോരുന്നു. പവിഴമഴയെ റിക്വസ്റ്റ് ചെയ്ത് പാടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പല സോങ്സും ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് പാട്ട് പാടാനൊന്നുമില്ല, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ മതി, ഞാൻ അത് ഉറപ്പായിട്ടും പാടുന്നത് തന്നെ ആയിരിക്കും. ഓക്കെ, എന്തായാലും ഇത്രയും നേരം എൻ്റെ കൂടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ലൈവ് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് പോകാമായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ ഓക്കെ സ്ഥിരം ആൾക്കാരാണ്. ഓക്കെ, അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും മെൻഷൻ ചെയ്യുന്നുണ്ട്. സുമോദേട്ടാ, താങ്ക് യു. ഗിരിജ ചേച്ചി, ഓക്കെ ചേച്ചി ഹായ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞാൽ ഞാൻ അത് ചേച്ചിക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും.
തൊണ്ടയൊക്കെ ഇച്ചിരി ഇടറി തുടങ്ങി കേട്ടോ. തില്ല എൻ്റെ അടുത്ത് പറയാറുണ്ട്, ചേട്ടാ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തൊണ്ടയൊക്കെ പോവും, കണ്ടിന്യൂസ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം. തില്ല ഓക്കെ. ഏതായാലും താങ്ക് യു എല്ലാവർക്കും. പുതിയ സോങ്സ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടോ? താങ്ക് യു. ഓക്കെ, നല്ല സോങ്സ് കളക്ഷൻസ് ആണല്ലോ ചേട്ടാ. നിർമ്മൽ മനു, ഓക്കെ, നല്ല സോങ്സ് ആണ്. ഞാൻ മിക്സ് പോലെ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തിങ്കുഴി കാതിൽ കാവതി കാക്കതൻ കൂട്ടി മുട്ടയിട്ടന്നൊരു കാനനം നീലവി പാടിപ്പറന്നൊരു കള്ളം പറഞ്ഞതിൻ്റെ കള്ളിപ്പൂങ്കുയിലെ ഓക്കെ. അത് നല്ല സോങ് ആയിരുന്നു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേട്ടന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് പാടാൻ പറ്റി. ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് മെൻഷൻ ചെയ്യുന്ന സോങ്സ് ഞാൻ പെട്ടെന്ന് തന്നെ പാടുകയായി. എൻ്റെ ഇടയ്ക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ നിങ്ങൾ ഓക്കെ, എൻ്റെ പേഴ്സണൽ കളക്ഷനിൽ ഞാൻ 2-3 പാട്ടുകളും പാടുന്നുണ്ടായിരിക്കും. സന്ദീപ് അതൊന്നും പാടാൻ പറ്റത്തില്ല, ഞാൻ കണ്ടു. എനിക്ക് വിനീത് ശ്രീനിവാസന്റെ 2-3 സോങ്സ് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൈം വരുമ്പോഴത്തേക്കും ഞാൻ അത് പാടാം. വന്ദേ മാതരം ഒന്നും പാടാനൊന്നും പറ്റത്തില്ല, അത് ഇച്ചിരി സ്റ്റഡി ആയിട്ടൊന്നും പാടണ്ടായി. ഇതൊന്ന് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പാടാൻ. വേറെ എപ്പോഴെങ്കിലും പാടാം. തില്ല ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. തില്ല ഇതിനകത്ത് ഒരു ആർജ തന്നെയാണ്. തില്ല ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരും. നാടൻ പാട്ടുകളും എന്ന് പറഞ്ഞൊരു ഫോക്ക് സോങ്, അതിന്റെ ലൈവാണ് തില്ല എപ്പോഴും വരുന്നത്. തില്ല ഇങ്ങനെ ആർജയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴത്തേക്കും ഞാൻ തില്ലയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കായിരുന്നു. അപ്പൊ തില്ല ഇങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു സ്പേസ് വന്നപ്പോഴാണ് തില്ല ഇങ്ങനെ ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്. അങ്ങനെയാണ് ഞാൻ ഇതിനകത്തോട്ട് ജസ്റ്റ്. അപ്പൊ തില്ലയ്ക്ക് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് ഇതിനകത്ത്. തില്ല ഇങ്ങനെ 2-3 ദിവസം ചേട്ടാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ചേട്ടാ ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കയറി വന്നേ. തില്ലയുടെ കൂടെ ഞാൻ പഠിച്ചതൊക്കെ UIT കോളേജ് പിരപ്പൻകോട്. ഞാൻ ട്രിവാൻഡ്രത്താണ് ഉള്ളത്. ഞാൻ ഇതിലത് മെൻഷൻ ചെയ്തില്ല. ഞാൻ ട്രിവാൻഡ്രംകാരനാണ്. ട്രിവാൻഡ്രത്ത് നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഹായ് പറയുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക ട്രിവാൻഡ്രം ആണെന്നല്ല. ഇതിനകത്ത് മെസ്സേജസ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. വേറെ ആരെങ്കിലും മെസ്സേജ് അയച്ചോ? ഓക്കെ. ഞാൻ ട്രിവാൻഡ്രത്ത് സ്റ്റാച്യുവിലാണുള്ളത്. ഞാൻ പഠിച്ചതൊക്കെ ഞാൻ M.Com പഠിച്ചത് UIT കോളേജ് പിരപ്പൻകോടാണ്. അവിടെ നിന്നാണ് എനിക്ക് ആക്ച്വലി ഇത്രയും നല്ല കുറെ ഫ്രണ്ട്സിനെയും കിട്ടിയത്. അവിടെ എനിക്ക് നല്ലൊരു സർക്കിൾ ഉണ്ടായിരുന്നു. അവിടെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പ്രൈസ് ഉണ്ടായിരുന്നു. തില്ല അതിനകത്തുണ്ടായിരുന്നു. തില്ല ഒരു പാട്ടുകാരിയൊക്കെയാണ്. തില്ല അടിപൊളിയായിട്ട് പാടുന്നൊരു. തില്ല ഇടയ്ക്ക് വെച്ച് എവിടെ മിസ്സായിപ്പോയി. അതുകൊണ്ട് മാത്രമാണെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ 2-3 പ്രോഗ്രാംസ് ഒക്കെ അടുപ്പിച്ച് ചെയ്തു തരായിരുന്നു. സച്ചിൻ വന്നിട്ടുണ്ട്. സച്ചിന് എവിടെയായിരുന്നു ഇത്ര നേരം? എവിടെയാണ് കയറി വന്നത്? 1000 കണ്ണുമായി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആനന്ദ്. ഞാൻ ആദ്യം പാടിയ പാട്ടാണ്, എന്നാലും ആദ്യം പാടിയതാണ്. ഇനി ഒന്നും പാടണോ? അത് വേറൊരു സോങ് റിക്വസ്റ്റ് ചെയ്യും, പിന്നെ ഒരു ദിവസം പാടാം. ചേട്ടൻ്റെ വീട് ഓക്കെ. നിർമ്മൽ ചേട്ടൻ്റെ വീട് TVM കല്ലറയാണോ? ഓക്കെ ഓക്കെ. ട്രിവാൻഡ്രത്തേക്ക് ഞാൻ ഇനി വരുമ്പോഴത്തേക്ക് എന്തായാലും മീറ്റ് ചെയ്യാം. കല്ലറ പക്ഷേ ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ ഓക്കെ ചേട്ടാ, എന്തായാലും മീറ്റ് ചെയ്യാം കേട്ടോ. നീ പാടിയില്ലെങ്കിൽ പാടുപെടും, അതൊക്കെ ബുദ്ധിമുട്ടാടാ, ബുദ്ധിമുട്ടാണ്. അവൻ വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഗിറ്റാർ പ്ലേ ചെയ്ത് സോങ് പാടാം. ഓക്കെ. രശ്മി ചേച്ചി ഒരു മിനിറ്റ്, ഞാൻ
ഒരു മിനിറ്റ് എൻ്റെ ഓക്കെ. അങ്ങനെ ലക്ഷ്മി ചേച്ചി പറഞ്ഞ ഞാൻ ഒരു ഗിറ്റാർ പ്ലേ ചെയ്തൊരു പാട്ട് പാടിയിട്ടുണ്ട്. ഏതൊരു ഗിറ്റാറിസ്റ്റ് എപ്പോഴും തുടങ്ങുന്ന സോങ് ആണ് ശ്രീജിത്ത് ഏട്ടൻ മെൻഷൻ ചെയ്തേക്കുന്നത്, നെഞ്ചുക്കൾ പെയ്തിടുന്ന മഴേ. അതെന്തായാലും ഞാൻ പാടുന്നുണ്ടായിരിക്കും കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്യും. നെഞ്ചുക്കൾ പെയ്തിട്ട് ഇതൊക്കെ ആൾക്കാർ എപ്പോഴും മെൻഷൻ ചെയ്യുന്ന സോങ് ആണ്. എവിടെയെങ്കിലും ഞാനൊരു ഗിറ്റാറും കൊണ്ട് പോകുമ്പോഴത്തേക്കും ഈ കൊച്ചു പിള്ളേരോട് വന്നിട്ട് ചേട്ടാ നെഞ്ചുക്കൾ പെയ്തിട്ട് മാമയെ പാടാമോ? അപ്പൊ ഞാൻ എന്തായാലും കയ്യിൽ ഗിറ്റാർ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവർക്ക് വേണ്ടി പ്ലേ ചെയ്ത് കൊടുക്കുന്ന ഒരു പാട്ടാണ്. ഇത് 2 സോങ്ങും ഞാൻ അവർക്ക് വേണ്ടി എപ്പോഴും എന്താണ് അങ്ങനെ പറഞ്ഞത് സന്ദീപേ? കോഴി എന്നൊക്കെ പറയാൻ പറഞ്ഞു. അതൊന്നുമല്ല, തട്ടത്തിൻ മറയത്തിലെ സോങ് തന്നെ ഞാൻ മെൻഷൻ ചെയ്ത് പാടിയേക്കുന്നതാണെന്ന്. അത് ഞാൻ വേണേ നീ പറഞ്ഞോണ്ട് ഒന്നുകൂടെ പാടാം. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തിൻ കിളി, പൈങ്കിളി മലർത്തിൻ കിളി, തെന്നലും മകളികയോ കുഞ്ഞു തുമ്പി തമ്പുരു മിട്ടിയോ, മാമയിൽ നീലപ്പീലികൾ വിഷിയോ പൈങ്കിളി. ഓക്കെ, താങ്ക് യു. അപ്പോൾ 1000 കണ്ണുമായി ഞാൻ പാടി. അപ്പോൾ വേറെ വിശേഷങ്ങൾ എന്താണ്? ഈ മറ്റേ ഓണത്തിന്റെ എന്തൊക്കെയായി, എവിടെ വരെ ആയി ഓണം? തില്ലയുടെ വീട്ടിലൊക്കെ ഓണം ഉണ്ടായി. ഓണത്തിന് പൂക്കളമൊക്കെ ഇട്ടോ? ഇത്തവണ ഓണം ആഘോഷിക്കുന്നുണ്ടോ? അങ്ങനെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഏതോ ജസ്റ്റ് എന്തൊക്കെയായി എന്നൊന്ന് കമന്റ് ചെയ്താൽ കൊള്ളായിരുന്നു. അത് ഞാൻ എൻ്റെ ഇവിടെ അധികം ഓണമൊന്നും ഇല്ല, കാരണം ഞങ്ങളിവിടെ സദ്യ ഓർഡർ ചെയ്താണ് കഴിക്കുന്നത്. സദ്യ ഇതുപോലെ ഞങ്ങൾ എല്ലാവരും ഓഫീസിലുള്ള എല്ലാവരും കൂടെ സദ്യ ഓർഡർ ചെയ്ത് ഒരുമിച്ച് കഴിക്കും. ഇതാണ് ഇവിടുത്തെ ഓണം. ഇവിടെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല. പക്ഷെ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ നല്ല ആഘോഷം എല്ലാവരുടെയും കൂടെ കനകക്കുന്നൊക്കെ പോയത് എനിക്കിപ്പോഴും നല്ലൊരു ഓർമ്മയാണ്. കനകക്കുന്ന് ട്രിവാൻഡ്രം ആണ് ശരിക്കും പറഞ്ഞാൽ ഓണം ആഘോഷിക്കാൻ ബെസ്റ്റ് സിറ്റി എന്ന് ഞാൻ പറയും. കാരണം അവിടെ കനകക്കുന്ന്, ട്രിവാൻഡ്രത്തുള്ള ചേട്ടാ, മറ്റേ കല്ലറയിലുള്ള ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ കറക്റ്റായിട്ട് പറയാം. അവിടെ കനകക്കുന്ന് പോയി കഴിഞ്ഞാൽ 5-6 ദിവസം അടുപ്പിച്ച് ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര കളർഫുൾ ആണ്. ട്രിവാൻഡ്രം ഇസ് ദ റോയൽ സിറ്റി എന്നല്ലേ പറയുന്നത്. എല്ലാ കാര്യത്തിലും ട്രിവാൻഡ്രം പൊളിയാണ് എല്ലാവരും പറയുന്നത് ട്രിവാൻഡ്രം പൊളിയാണ്. അങ്ങനെ എല്ലാം. അപ്പൊ ഓണം ആഘോഷിക്കാൻ ഇപ്പോ തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നെങ്കിൽ ഓണം ആഘോഷിക്കാൻ ട്രിവാൻഡ്രത്ത് വരണമെന്ന് ഞാൻ പറയും. ഓണം അടിപൊളിയാണ് ട്രിവാൻഡ്രത്ത് തന്നെ. പക്ഷെ ഇത്തവണ ഒന്നും നാട്ടിലില്ലാത്തത് ഭയങ്കര വിഷമമാണ്. ഓണമൊക്കെ നാട്ടിൽ നിന്ന് ആഘോഷിക്കാൻ പറ്റുന്നു. ചാൻസ് കിട്ടിയ അടുത്ത വർഷം ആഘോഷിക്കാൻ പോകണം എന്നാ വിചാരിക്കുന്നത്. കണ്ടോ, ചേട്ടൻ പറഞ്ഞു, നിർമ്മൽ മനു ചേട്ടൻ പറഞ്ഞു ഓണം പൊളിയാണ് ട്രിവാൻഡ്രത്തെ അല്ലേ? ഓണം ട്രിവാൻഡ്രത്ത് ആഘോഷിച്ച അടുത്തുള്ള ആൾക്കാർ ഈ ലൈവ് ഒന്ന് ആക്ച്വലി ഷെയർ ചെയ്യാൻ പറ്റുമോ ചേട്ടാ? എല്ലാവർക്കും കൂടുതൽ ആൾക്കാർ വന്നാലേ നമുക്ക് കുറച്ചുകൂടെ പ്രോഗ്രാം അടിപൊളിയാകത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇനിയും സോങ്സ് റിക്വസ്റ്റ് ചെയ്താൽ ഞാൻ അത് പാടുന്നതായിരിക്കും. ഇപ്പൊ 2-3 5-6 പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് അല്ലേ? ഈ വന്ന ആൾക്കാരൊക്കെ തന്നെ ഒരു ഹായ് അയക്കാവോ? ഓക്കെ. 21 അല്ലേ ഓണം? ഓണത്തിന്റെ സ്പെഷ്യൽ സോങ് ഉണ്ട്, ഞാൻ പാടുന്നതായിരിക്കും. എല്ലാവരും വരട്ടെ, ലൈവ് കുറച്ചുകൂടെ ഒന്ന്. എനിക്കറിയില്ല, എനിക്ക് ആ സോങ് അറിയില്ല. കണ്ണും എനിക്കറിയത്തില്ല. ഞാൻ ഒരു സോങ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ നേരത്തെ?
അത് നമ്മൾ മൂവിക്കകത്ത് ഈ വിധുപ്രതാപിന്റെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സോങ് ആണ് മറ്റേ സുഖമാണീ നിലവ് എന്ത് സുഖമാണ് പൂഞ്ചിറകിൽ മഞ്ഞളിയാകിലലയിൽ അഴകേ സുഖമാണീ നിലവ് എന്ത് സുഖമാണീ കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്ത് രസമാണീ സന്ധ്യ. ഓക്കെ, വിധുപ്രതാപാണ് ആ സോങ് പാടിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. വിധുപ്രതാപ് ഞങ്ങളുടെ ട്രിവാൻഡ്രംകാരനാണ്. കൈതമുക്കിലും കണ്ടാണ് പുള്ളിയുടെ വീട്. പക്ഷെ നേരിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ആരോ ചോദിച്ചു ആരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചു. ആരാണ് എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ പേര് കെവിൻ. ഞാനിവിടെ സൗദി അറേബ്യയിലാണ് നിൽക്കുന്നത്. സൗദി അറേബ്യയിൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്, ഒരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ സ്വന്തം സ്ഥലം ട്രിവാൻഡ്രമാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ ഇത് ലോക്ക്ഡൗണിന് മുമ്പാണ് കയറി വന്നത്. ആ ഒരു ജനുവരി സമയത്തൊക്കെയാണ് കയറി വന്നത്. അത് കഴിഞ്ഞ് പിന്നെ സൗദി അറേബ്യയിലോട്ട് ആരും കയറി വന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. വിസ ഇഷ്യൂ കിട്ടില്ല, അതുകൊണ്ടാണ് കയറി വരാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ട് 2 വർഷമായി. അതായത് കൊറോണ വന്നിട്ട് 2 വർഷമെന്ന് പറയത്തില്ല, ഞാനും വന്നിട്ട് 2 വർഷമായി. സൗദി അറേബ്യ നല്ലൊരു കൺട്രിയാണ് ആക്ച്വലി. നമ്മൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് സൗദി അറേബ്യ അത്ര ഭയങ്കര അവിടെ ഡെവലപ്മെന്റ് ഉണ്ടോ, ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ. പക്ഷേ ഇതൊരു നല്ല കൺട്രിയാണ്. ഇവിടെ ടൂറിസം അവർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അവർ മാസ്ക് നല്ല സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഫൈനൊക്കെ മാസ്ക് ഇല്ലെങ്കിൽ ശരിക്കും അവർ ഫൈൻ അടിച്ചു തരും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി. അതായത് ഒരു പാവപ്പെട്ട ഒരു നല്ല പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ ഇതൊന്ന് വായിച്ചു തരാമോ, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, കണ്ട ഒരു 10-60 വയസ്സെങ്കിലും കാണും. പക്ഷെ ആ പുള്ളിക്ക് ഇത് മാസ്ക് പുള്ളി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ താഴോട്ട് എന്തോ പോയതിനാണ് പോലീസ് ഇത് ഇങ്ങനെ ഫൈൻ അടിച്ചത്. 1000 റിയാൽ എന്തോ കൊടുത്തിട്ടുണ്ടായി. നാട്ടിലെ ഒരു 20,000 എന്തോ ചെയ്യുമെന്നൊന്നും പുള്ളി അതുപോലെ തന്നെ പോയി. പക്ഷെ ഇവിടെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടാനാണ് പറയുന്നത്. ഓക്കെ, എനിക്കറിയത്തില്ല ആ പാട്ട്. സന്ദീപ് എനിക്ക് ആ പാട്ട് അറിയത്തില്ല. ഓക്കെ, നിലാവേ മാഴുമോ ഇതായിരുന്നു മറ്റേ മോഹൻലാലിന്റെ മൂവിയല്ലേ, മറ്റേ ശോഭന ചേച്ചിയും മോഹൻലാലും കൂടെ. ഏറ്റവും അവസാനം ശോഭനയ്ക്ക് ക്യാൻസർ. അങ്ങനെ നിലാവേ മായുമോ കിനാവും തലോടും ഓക്കെ, മനുചേട്ടൻ 2 തംസപ്പ് കാണിക്കുന്നുണ്ട്. മധു ഹായ് കാണിക്കുന്നുണ്ട്. ഹായ് ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എവിടുന്നാണ്? നാട്ടിലെവിടെയാണ്? ഇപ്പോൾ നീ പുറത്താണോ? പുറത്താണെങ്കിൽ ഹായ് പറഞ്ഞ സ്ഥലം ഒന്ന് മെൻഷൻ ചെയ്യണേ. ഞാനും ഇപ്പോൾ ഒരാൾ പറഞ്ഞായിരുന്നു ബഹ്റിനിലാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സൗദിയിലാണ്. ഓക്കെ, ആരൊക്കെയോ ഹാർട്ട്സ് ഒക്കെ തരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇത്രയും നേരം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന സോങ്സ് ആയിരിക്കും ഞാൻ പാടാൻ ശ്രമിക്കുന്നത്. ചേട്ടാ ഇന്നൊരു സ്പെഷ്യൽ ലൈവ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ എന്നെ ഇങ്ങനെ ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ ഇന്ന് ജസ്റ്റ് വന്നേ ഉള്ളൂ. ഓക്കെ, ഞാനൊരു ഗസ്റ്റ് മാത്രമാണ്. ചെറിയ നാട്ടിലെ ട്രിവാൻഡ്രത്താണ് ചേട്ടാ. അപ്പോൾ ഒരു ലൈവ് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ലൈവ് വന്നേക്കുന്നത്. ചെറിയൊരു ഗിറ്റാർ വെച്ച് കുറച്ച് നേരം പാട്ട് പാടുക, അതാണ് എൻ്റെ ഇന്നത്തെ ടാസ്ക്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുക, ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുക. ചേട്ടൻ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. പുതിയ ആൾക്കാരൊക്കെ ലൈവ് വരുന്നുണ്ട്.
ഇവിടെ പഴയ സോങ്സിന്റെ കളക്ഷൻസ് ആണല്ലേ? ഓക്കെ, എനിക്ക് ഇഷ്ടമാണ് ഈ പഴയ സോങ്സ് ഒക്കെ. പക്ഷെ ഞാൻ ഇപ്പോഴും പുതിയ സോങ്സ് ആണ് കേട്ടിട്ടുള്ളതും. എനിക്ക് ഈസി ആയിട്ട് ഗിറ്റാറിൽ വായിക്കാൻ പറ്റുന്നത് പുതിയ സോങ്സ് ആണ്. ചേട്ടൻ പറഞ്ഞതല്ലേ, എന്തായാലും ഞാൻ പാടാം. ഇത്ര എനിക്ക് അറിയത്തുള്ളൂ, ബാക്കി എനിക്ക് അറിയില്ല, ഞാൻ മറന്നുപോയി. ശരത് മോഹൻ ചേട്ടൻ ഹായ് അയച്ചിട്ടുണ്ട്. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പല ലൈവിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടൻ്റെ പേര്. ഞാൻ 2-3 ലൈവ് റേഡിയോ ക്ലാസിക്കിന്റെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ശരത്തേട്ടാ ഹായ്. ഓഹ്, ശ്രീരാജ് ചേട്ടാ പൊളി റെക്കമെൻഡേഷൻ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ സൂപ്പർ പാട്ടുകൾക്കാണ് ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത്. സ്പിരിറ്റിലെ പാട്ടല്ലേ മോഹൻലാൽ? ഓക്കെ, ഞാൻ എന്തായാലും അത് പാടാം. പ്രണയത്തിനായി മാത്രമെരിയുന്ന ജീവന്റെ ഓക്കെ, അത് കഴിഞ്ഞു. മഴ കൊണ്ട് മാത്രം വിളക്കുന്ന വെച്ചു. ഓക്കെ, നല്ല സോങ് ആയിരുന്നു. ചേട്ടാ സുഖമാണ്, ശരത്തേട്ടാ സുഖമാണ് ചേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ട സോങ്സ് ആണ് എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത്. മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൽ ലോലഗാനം പൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങും സ്നേഹഗീതം. ഓക്കെ ചേട്ടാ, താങ്ക് യു ഫോർ റെക്കമെൻഡിങ് ദ സോങ്. അടിപൊളി സോങ് ആയിരുന്നു. യെസ്, പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ആനന്ദേ, എങ്ങനെയുണ്ട് ജോലിയൊക്കെ നിന്റെ അവിടുത്തെ? ഓക്കെ, വേറെ വിശേഷങ്ങൾ എന്താണ്? എന്തായാലും ലൈവ് ഇത്രയും നേരം പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയതല്ല. പക്ഷെ എന്തായാലും ഇത്രയും നേരം ആൾക്കാർ റെക്കമെൻഡേഷൻസിലൂടെ വന്ന സോങ്സ് എല്ലാം ഞാൻ പാടി. എനിക്കും എൻ്റെ ലിസ്റ്റിൽ സോങ്സ് ഉണ്ട്, ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എല്ലാവരുടെയും റെക്കമെൻഡേഷൻസ് കഴിയട്ടെ, അതായിരിക്കും എനിക്ക്. അതായത് എനിക്ക് 2-3 നമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഞാൻ പാടണമെങ്കിൽ ഞാൻ പാടാം. യെസ്, മറ്റേ കുഞ്ചാക്കോ ബോബന്റെ പാട്ടല്ലേ ചേട്ടാ? ഇതിന് ചേട്ടൻ്റെ ഒറിജിനൽ വേഷം ശ്രീചേട്ടാ, അതിന്റെ ഒറിജിനൽ വേണോ മറ്റേ യൂട്യൂബേഴ്സ് ഒക്കെ പാടുന്ന പോലെ ഇത് വേണം? സർഗങ്ങൾ സ്വപ്നം കാണും, നല്ല പാട്ടാണ്. പക്ഷെ എനിക്ക് ലിറിക്സ് മൊത്തം അറിയത്തില്ല ചേട്ടാ. ശ്രീരാജ് ചേട്ടാ, എനിക്ക് ലിറിക്സ് മൊത്തം അറിയത്തില്ല. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഒരു ദേവകാരമിതളാർന്ന പോലെ സുഖം അരിയ കാന്തിരും മധുകണം കവിത എന്നിലും നിറകുടം അറിയുകില്ല നീ ആരാരോ. സുമേതേട്ടാ ഹായ്, താങ്ക് യു. എൻ്റെ പേര് കെവിൻ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്തുള്ള ആളാണ്. ഞാനിപ്പോൾ സൗദി അറേബ്യയിലാണ്. സുമേതേട്ടൻ എവിടെ നിന്നുള്ളതാണ്? സുമോദ് കെ ജേസഫ്. ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ മറ്റേ റെക്കമെൻഡ് ചെയ്ത പാട്ട് പാടിയിട്ടുണ്ട്. ടേക്ക് യു സോങ്സ് ഔട്ട് പ്ലീസ്. ഓക്കെ, ഞാൻ പാടാം, ഞാൻ എന്തായാലും പാടാം. റെക്കമെൻഡഡ് സോങ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ 2-3 സോങ്സ് ഞാൻ പാടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ റെക്കമെൻഡ് ചെയ്ത 2-3. ഓക്കെ, ആരോ വിരൽ മുട്ടി എന്ന് പറഞ്ഞ സോങ് ചോദിക്കുന്നുണ്ട്, അത് ഞാൻ പാടാം. മനസ്സിൻ ഏതു മിഴിനീരും സ്മൃതി ചേർക്കുന്നു മോഹം തളരും അതുകൂടെ വിടരും കനവോടെ
ഓക്കെ ഏട്ടാ, താങ്ക് യു. ഓക്കെ, ട്രിവാൻഡ്രം. സുമോദേട്ടന് ട്രിവാൻഡ്രത്താണോ? ആഹാ, എവിടെയാ ട്രിവാൻഡ്രം സ്ഥലം എവിടെയാണ് ഉള്ളത്? ഞാൻ സ്റ്റാച്യു കൈതമുക്ക എൻ്റെ ഒറിജിനൽ പ്ലേസ്. ഓക്കെ, ഓക്കെ, ഇപ്പം എല്ലാം ഇറക്കുമല്ലേ? ഓക്കെ. ഇളക്കാറ്റിലാടി വരുന്നീ കൂട്ടുകൂടി കിടങ്ങി നെല്ലി തഴുകി നറുചിരി 4 മണി പൂവ് പോലിഞ്ഞുകോ ഓക്കെ, താങ്ക് യു ഏട്ടാ. ഓലഞ്ഞാലി ഗുരുവി പാട്ടുണ്ട്. നന്ദൻകോട്. ആ ഓക്കെ, മറ്റേ മ്യൂസിയത്തിന്റെ അടുത്താണോ ഏട്ടാ? സുമോ ഏട്ടാ മ്യൂസിയത്തിന്റെ അടുത്താണോ? ഓക്കെ, എനിക്ക് എത്ര ലിറിക്സ് അത്ര പരിചയമില്ല. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞ് പാടുന്നതായിരിക്കും. ലിറിക്സ് കിട്ടുവാണെങ്കിൽ ഞാൻ ഓക്കെ ആയിരിക്കും. ഓക്കെ, നെഞ്ചുക്കൾ പെയ്തത് എൻ്റെ ഇടയ്ക്ക് ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഞാൻ പാടാം. ഓക്കെ, ഇപ്പൊ വേണോ? അത് കുറച്ചുകൂടെ കഴിഞ്ഞ് പോരെ? റായിദ് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ചാന്തി പഠിച്ചത്. അളിയ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെയാണ്? താങ്ക് യു ഫോർ ജോയിൻ. ലൈവിൽ വന്ന് എന്തായാലും നന്നായി. ഓക്കെ, താങ്ക് യുടാ. നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എവിടെയാണിപ്പോൾ? ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടോ? ഇതൊക്കെയുണ്ട്. ഹായ്, എനിക്ക് മൊത്തം ലിറിക്സ് അയച്ചിരുന്നുണ്ടല്ലോ. അതായത് കൊള്ളാം. വെട്ടത്തിലെ പാട്ടല്ലേ ചേട്ടാ? മഴത്തുള്ളികൾ റൈസ്. ഓക്കെ, ഞാൻ ഏതായാലും പാടാം കേട്ടോ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുന്നീ നാടൻ വഴി നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന കാറ്റാലി ചേരുന്നിതൻ നീലാകവേ മൂളുന്നൊരീ മൺപാതയിൽ തുളുടുത്തോ പോയില്ലയോ? TVM തന്നെ ഉണ്ട്. റായിദേ, നീ TVM തന്നെ ഉണ്ടല്ലേ? ആ ഓക്കെ. CID മൂസിൽ ഏത് പാട്ടായിട്ടാ? എനിക്ക് അത്ര വലിയ പിടിയൊന്നുമില്ല. കാടിറങ്ങി ഓടി വരും ഒരു മൂടനായ കാട്ടുകരുവയെ വീട്ടയാടി ആടി ഇതൊഴിവാ മാറ്റിയതല്ലേ? ബാക്കി എനിക്കറിയില്ല. വേതാളക്കറിയാം, ബാക്കി എനിക്കറിയില്ല. അത്രേ ഉള്ളൂ. ഹാപ്പി ടു സീ യു സിംഗിങ്. കുറെ നാളായല്ലോ എടാ. കുറെ നാട്ടിൽ വെച്ച് 2-3 ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നേ പിന്നെ ഞാൻ അധികം പ്ലേ ചെയ്യാത്തതാണ്. നിർത്തിയതല്ല, ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് നാള് ഇതുപോലെ ഒതുങ്ങി ഇത് നിന്നായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെയും ഗിറ്റാർ കൈ കിട്ടി. അപ്പോഴത്തേക്കാണ് തില്ല എന്ന് പറഞ്ഞൊരു ആർജ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെ വന്ന് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ഒരു ലൈവ് ചെയ്യാമോ? അങ്ങനെയാണ് ഞാൻ വന്നത്. എന്നിട്ട് ഇവര് റിക്വസ്റ്റ് ചെയ്യുന്ന സോങ്സ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ്. എന്തായാലും ലൈവ് ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ പോയി. അതായത് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഹാപ്പി ടു സീ യു സിംഗിങ്. ഓക്കെ, കുറെ ഞാൻ നാട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ വരും. ഗുഡ്. ഓക്കെ, സുമോദേട്ടാ താങ്ക് യു. സുമോദേട്ട ഇഷ്ടമുള്ള പാട്ടുകൾ ഏതൊക്കെയായിരിക്കും? അത് ഞാൻ ഇപ്പൊ പാടി. ശ്രീരാജേട്ടാ താങ്ക് യു. ഞാൻ എന്തായാലും പാടാവേ. എന്തായാലും എൻ്റെ അതിനകത്ത് ഇങ്ങനെ നല്ല സോങ്സ് ആണ്, നല്ല പഴയ 1990 തൊട്ടുള്ള സോങ്സ് ആണ് കൂടുതലും റെക്കമെൻഡ് കണ്ടുവരുന്നത് എല്ലാ കമന്റ്സിനകത്ത്. ഏതായാലും കൊള്ളാം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞകളെ കാതിലോല കമ്മലിട്ടു കുഞ്ഞി നിൽപ്പവളെ ഏതപൂർവ തപസ്സിനായി ഞാൻ സ്വന്തമാക്കി
ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് സ്മൂതേട്ടൻ ജസ്റ്റ് ഒരു ഹായ് കാണിച്ചിട്ടുണ്ട്. അല്ലിമലർ കാവിലൊക്കെ സൂപ്പർ റെക്കമെൻഡേഷൻസ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ട സോങ്സ് ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ആരെന്തൊരു ഒരു സോങ് എനിക്ക് പേഴ്സണലി DM ചെയ്ത് തന്നിട്ടുണ്ട്. അടിപൊളി സോങ് ആണ്, പക്ഷെ ഇച്ചിരി പാടാൻ ഇച്ചിരി എനിക്ക് വെള്ളി വീഴുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഞാൻ അവസാനം ഞാൻ പാടുന്നതായിരിക്കും. ഓണത്തിന്റെ മാറ്റി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിഡിൽ ഹിറ്റ് സിങ്സ് പ്യൂർ സോങ്സ്. ഓക്കെ, അങ്ങനത്തെ സോങ്സ് ആയിരിക്കും കൂടുതൽ ഞാൻ പാടുന്നത്. ചേട്ടൻ്റെ എന്തെങ്കിലും വേറെ സോങ്സ് ഉണ്ടെങ്കിൽ ഞാൻ പാടുന്നതായിരിക്കും. അത് ഇച്ചിരി പഴയതാണ്, എന്നാലും എനിക്ക് അറിയാം. എൻ്റെ വീട്ടുകാരൊക്കെ പപ്പയൊക്കെ ഇത് പാടുന്ന കണ്ടിട്ടുണ്ട്. മൊത്തം ലിറിക്സ് അറിയത്തില്ല ചേട്ടാ, എന്നാലും ഞാൻ ഇത് പാടാം. മിന്നാരം സോങ്. ഷക്കീർ ബായ് വന്നിട്ടുണ്ട്. ഷക്കീർ നൗഷാദ്, താങ്ക് യു ഫോർ കമ്മിങ്. അളിയ, എന്തൊക്കെയുണ്ട് വിശേഷം? മിന്നാരം സോങ് ഞാൻ ഇപ്പൊ 2-3 പാടി, ഞാൻ പിന്നെ പാടാം. താങ്ക് യു. റായിദ നല്ല സോങ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രേ ഉള്ളൂ, എനിക്ക് ലിറിക്സ് മറന്നുപോയി. ഓക്കെ, താങ്ക് യു. മെഹ്ലാനിഷ ഞാൻ പാടിയിട്ടുണ്ട്. റായിദ് മുഹമ്മദ്, താങ്ക് യു. മിന്നാരം സോങ് ഞാൻ പാടിയടാ സക്കീറെ, ഒന്നുകൂടെ പാടണമെങ്കിൽ പാടാം. പാട്ടെല്ലാം പോയല്ലോ. ഇതെന്റെ പേഴ്സണാണ്. അപ്പോ ആൾക്കാര് വാച്ച് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ചിറ്റി. ചിറ്റിയ ചാച്ചൻ, ചിറ്റി എൻ്റെ ബ്രദറാണ്, ഇപ്പോൾ ദുബായിലുണ്ട്, ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചിറ്റിയ ചാച്ച, ദുബായിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അവിടെ എങ്ങനെ? ദുബായിലല്ലല്ലോ, ഇപ്പൊ നാട്ടിലല്ലേ? ഇപ്പൊ നാട്ടിൽ വന്നിരിപ്പുണ്ടല്ലേ? സോറി, ഞാൻ മറന്നുപോയ കാര്യം. ഓക്കെ, അപ്പോ ഇതുപോലെ ശ്രീരാജേട്ടൻ, താങ്ക് യു. പിന്നെയും നല്ല സോങ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഞാൻ ഏതോ ബാമുലി ജീവനിൽ അമൃതികാനായി വീണ്ടും അതിലേതോ മകള ഓക്കെ. ഇങ്ങനെ ഇതൊക്കെ ആക്ച്വലി മെലഡിക് ഹിറ്റ്സ് ആണ്. ചേട്ടൻ നല്ല മെലഡിക് ഹിറ്റ്സ് ആണ് ചേട്ടൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ല റൊമാൻറ്റിക് ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഓക്കെ. ആരോ വിരൽ നീട്ടി ഞാൻ നേരത്തെ പാടില്ല ചേട്ടാ, ഒന്നുകൂടെ പാടാം. പേഴ്സണലി ഞാൻ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും.
ഓക്കെ ഓക്കെ. ശ്രീചേട്ടൻ പിന്നെയും സോങ്സ് വയലിൻ അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വയലിൻ അറിയില്ല കേട്ടാ. ഇതിന് ആക്ച്വലി പണ്ട് ഇതുപോലെ ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടനാണെങ്കിൽ പറഞ്ഞു, കെവിനെ നീ വയലിൻ പഠിക്കേ, നീ വയലിൻ എടുത്ത് പുള്ളി എനിക്ക് കയ്യിലോട്ട് തന്നു. വയലിൻ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ഭാഗ്യത്തിന് ഗിറ്റാറാണ് പഠിച്ചത്. ഗിറ്റാർ പഠിച്ചതൊന്നുമല്ല, സാഹചര്യം കൊണ്ട് പഠിച്ചു പോയതുകൊണ്ടാണ്. എനിക്കിപ്പോഴും എന്തുവാ നാട്ടിൽ ഇതുപോലെ എനിക്കൊരു എപ്പോഴും പറയേണ്ട കാര്യമാണ്. ഈ ലൈവിലുള്ള ഇത്രയും പേര് എൻ്റെ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു ആളുണ്ട്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അമേരിക്കയിൽ പോയി. അപ്പോൾ പുള്ളിയാണെങ്കിൽ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് പുള്ളിയുടെ ഒരു ഗിറ്റാർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അത് എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, കെവിനെ നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് തന്നിട്ട് പോയതാണ്. അത് ഞാനിങ്ങനെ ആകെ എനിക്കൊരു കോഡേ അറിയത്തുള്ളായിരുന്നു. അതിൽ നിന്ന് പിന്നെ ബാക്കിയെല്ലാം യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്, യൂട്യൂബ് നോക്കി പഠിക്കാൻ പറ്റുമോ പാട്ടുകൾ, ഗിറ്റാർ യൂട്യൂബ് നോക്കി പഠിക്കാൻ പറ്റുമോ? ഗിറ്റാർ ഭയങ്കര എളുപ്പമുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഗിറ്റാർ പഠിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഫേർട്ട് ഇട്ടാൽ മതി, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും റോണിക്കൊരു ഞാൻ ബിഗ് താങ്ക്സ്. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, റോണിക്ക് അത് അറിയുകയും ചെയ്യാം. എപ്പോഴും ഞാൻ പറയും, എനിക്കൊരു ഗിറ്റാറിസ്റ്റ് ആയിട്ട് ഞാൻ അറിയുന്നുണ്ടെങ്കിൽ അന്ന് അവനത് തന്നിട്ട് പോയതുകൊണ്ടാണ്. ചെറിയൊരു എല്ലാവരുടെയും ലൈഫിൽ ഒരു ചെറിയ സപ്പോർട്ട് കാണും ഒരാളുടെ, അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഡെഡിക്കേഷൻ കാണും. എനിക്കും ഉണ്ട് അതുപോലെ ഒരു ഡെഡിക്കേഷൻ. അത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കോളേജിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ഡെവലപ്പ് ചെയ്ത് വന്നത്. പിന്നെ ദൈവത്തിന്റെ ഒരു കൃപയുണ്ട്. അങ്ങനെയാണ് ഈ ചേട്ടൻ റെക്കമെൻഡ് ചെയ്യുന്ന സോങ്സ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. ശ്രീചേട്ടാ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ എന്തായാലും പാടുന്നതായിരിക്കും. എന്നാലും ഒന്ന് നോക്കണമല്ലോ. അപ്പൊ ചേട്ടൻ പറയുന്ന ചേട്ടൻ അങ്ങനെയാണെങ്കിൽ ശ്രീചേട്ടാ സോങ്സ് സജസ്റ്റ് ചെയ്തോ, ഞാൻ ഇത് വേണേ പാടാം. ജെഫ് മാത്യു സാം വണ്ടർഫുൾ അയക്കുന്നുണ്ട്. താങ്ക് യു ജെഫ്. അച്ചാച്ചൻ ജെഫിന്റെ ബ്രദറാണ്. ഞങ്ങളവിടെ ഈ അച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അതാണ് എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണ് വരുന്നത്. 2-3 പേരുണ്ട്. ലൈവ് ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൈവ് ഷെയർ ചെയ്ത് വന്നതാണ് പുള്ളി. ഓക്കെ, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ഗുഡ് ജോബ്. ഓക്കെ, സ്റ്റെഫി റേച്ചൽ സാം, താങ്ക് യു. ഓക്കെ, ഫാമിലിയുള്ള 2-3 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഫാമിലി സപ്പോർട്ടും ഉണ്ട് എനിക്ക് ഇതിനകത്ത് കേട്ടോ. അവരും എന്നെ ഇതുപോലെ പലയിടത്തും ഒരു സ്റ്റേജ് ഒരുക്കി തന്നിട്ടൊക്കെ ഉണ്ട്. കെവിനെ നീ ഗിറ്റാർ എടുത്തോണ്ട് പോവാ, പലയിടത്തും എനിക്ക് വന്നിട്ടുണ്ട്. കെവിനെ നിനക്ക് ഗിറ്റാർ ഉണ്ടോടാ, നീ ഒന്ന് ഗിറ്റാർ എടുത്തോണ്ട് വരാമോ എന്ന് പറഞ്ഞ് ജെഫച്ചാച്ചനൊക്കെ എനിക്ക് പല ഹെൽപ്പും ചെയ്ത് തന്നിട്ടുണ്ട്. ഒന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പൊ എന്തായാലും ജെഫച്ചാച്ചനും സ്റ്റെഫി അമ്മാമ്മയ്ക്കും, അമ്മമ്മ എന്നാണ് വിളിക്കുന്നത്, താങ്ക് യു. ചെറിയൊരു ലൈവാണ്, ജസ്റ്റ് ഒരു ഗസ്റ്റ് ലൈവ് ആയിട്ടാണ് വന്നേക്കുന്നത്. ജസ്റ്റ് അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ലൈവ് കാണാം. ഓക്കെ, പിന്നെ ഇടയ്ക്ക് കീപ് ഗോയിങ്. ഓക്കെ, ഹിമ ചേച്ചി കീപ് ഗോയിങ് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ശ്രീയുടെ പഴയ പാട്ടൊന്നും എനിക്ക് അത്ര പിടിയില്ല, എന്നാലും ഞാൻ പറ്റുവാണെങ്കിൽ പാടാം. ഇപ്പൊ 2-3 കുറെ പാട്ടുകളൊക്കെ പാടി. ഇഫ് യു എന്തെങ്കിലും പുതിയ പാട്ട് പാടണമെങ്കിൽ എന്നെ ഇത് കമന്റ് ചെയ്താൽ മതി. സ്റ്റെഫി അമ്മാമ എന്തുകൊണ്ട് ഇവിടെ കുവൈറ്റിലല്ലേ, എന്തുകൊണ്ട് വിശേഷങ്ങൾ, എങ്ങനെയുണ്ട് അവിടെ കോവിഡിന്റെ സിറ്റുവേഷൻസ് എങ്ങനെയാണ് അവിടെ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ? ബെസ്റ്റ് വിഷസ്. ഓക്കെ, താങ്ക് യു. ഇത് ജസ്റ്റ് ഒരു ലൈവ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവർക്കാർക്കും ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ, അതാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ, വേറെ എന്തൊക്കെയാണ്, എങ്ങനെയുണ്ട് കുവൈറ്റിലല്ലേ, അപ്പൊ എങ്ങനെയുണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ലൈവില് അത് കമന്റിൽ അത് മെൻഷൻ ചെയ്താൽ നല്ലതായിരുന്നു. ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റും അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. എന്തായാലും സൗദി അറേബ്യയിൽ ഇപ്പോൾ കേസസ് കൺട്രോൾഡ് ആണ്. ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. ഗസ്റ്റ് ഈസ് ബെസ്റ്റ് ലൈക്ക് സിംഗിങ് ഈസ് കിങ്. താങ്ക് യു ഫോർ ദ കമന്റ്. ഗസ്റ്റ് ഈസ് ബെസ്റ്റ് ലൈക്ക് സിംഗിങ് ഈസ് കിങ്. ഓക്കെ, താങ്ക് യു ചേട്ടാ, ശ്രീയ ചേട്ടാ, താങ്ക് യു. ഞാൻ എൻ്റെ ഓണത്തിന്റെ ഈ സമയം ആയതുകൊണ്ട് ഞാൻ 2 സോങ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പാടാം.
പൊന്നിൻ കണി കൊന്നാടി മുടി പൂത്തൊരു ചന്തം നിരങ്ങണ മിന്നൽ കൊടിയാരിവളേ കനവിലോ കുളിരുവാൻ വിരിയുമീ മുഖമേ വശിതൊടാ കരളിലും പലരുകിൽ ഇടരവേ അരുണമാമിഴിയിലോ തരുണമോ ശലഭമോ ഓക്കെ. പിന്നെയും സോങ്സ് വന്നിട്ടുണ്ട്. ഞാൻ മറന്നുപോയി. ഓക്കെ, ഇത്രയും അറിയത്തുള്ളൂ കേട്ടോ. ഞാൻ ബാക്കി ലിറിക്സ് മറന്നുപോയി. അടുത്ത എനിക്കൊരു ലൈവ് ഉണ്ടെങ്കിൽ ഞാൻ ബാക്കി ഇതുപോലെ എല്ലാ സോങ്സും സെലക്ട് ചെയ്ത് പഴയ സോങ്സിൻ്റെ തൊട്ട് ഞാൻ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് ചേട്ടൻ ലൈവ്. ഓക്കെ, ശ്രീചു നായർ, ഹായ് ഹായ് ചേട്ടാ, ഹായ് അനീഷ. ഓക്കെ, താങ്ക്സ് ഫോർ നിര്യോരം. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഞാൻ ചേട്ടൻ ഇനി അടുത്ത സോങ് റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ പാടാം. കിസ്മത്ത് എന്ന് പറഞ്ഞൊരു ഷെയ്ൻ നിഗമിൻ്റെ ഒരു മൂവി ഉണ്ട്. അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സോങ് ഉണ്ട്. അത് ഞാൻ പാടാം. അത് ഞാൻ 2-3 സ്ഥലങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിരം എന്നെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഈ സോങ് അറിയായിരിക്കും. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഓക്കെ, കേരളയെ നിൻ കൈപിടിച്ചാൽ. വിനീത് ശ്രീനിവാസൻ ഹിറ്റ്സ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് വിനീത് ശ്രീനിവാസന്റെ ഒരു ഫാനാണ് ഞാൻ. കാരണം പുള്ളിയുടെ 2-3 എനിക്ക് പുള്ളിയുടെ പാട്ടുകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക വോയിസ് ആണ് പുള്ളിയുടെ. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ അതായത് പുള്ളിയുടെ മറ്റേ റോമയും പൃഥ്വിരാജും കൂടെ ഒക്കെ ഉള്ളൊരു അത് മിന്നലായകെ, അത് ഏറ്റവും ആ സമയത്ത് ഒരു വൺ ഓഫ് ദ ഹിറ്റ്സ് ആയിരുന്നു. അതുപോലെ വിനീത് ശ്രീനിവാസന്റെ സോങ്സ് ആണ് ഏറ്റവും ഇഷ്ടമാവുന്നത്. കേരളീയ നിൻ കൈപിടിച്ചാൽ, കേരളീയ നിൻ കൈപിടിച്ചാൽ ദൈവദൂതനൊക്കെ. കേരളീ നിൻ കൈ പിടിച്ചാൽ ബാക്കി മറന്നു കേട്ടാ. സോറി ഞാൻ മറന്നു കേട്ടോ. ലിറിക്സ് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാ. നിറമണൽ തൈകളിൽ ഒന്നുകൂടെ ഒന്ന് പാടാമോ? ഓക്കെ, ഞാൻ പാടാം. എത്ര വേണേ പാടാം. നിറമണൽ തൈകളിൽ ഓക്കെ. പിന്നെ ആദം ജോണിനകത്തൊരു പാട്ടുണ്ട്, അതും എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. പൂവേ പൂവേ. ഓക്കെ, പൂവേ പൂവേ പാലപ്പൂവേ നല്ല പാട്ടാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ
അതിൻ്റെ ബാക്കിയുണ്ട്, ഞാൻ പാടാൻ വെച്ചേക്കാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഡ്രോപ്പ് ചെയ്യുവാണേ. ഓക്കെ, കിസ്മത്തിലെ സോങ് ഇഷ്ടം. ഓക്കെ, സാഹിബ. ഓക്കെ, അനാർക്കലിയിലെ അല്ലേ ഏട്ടാ? സാഹിബ സാഹിബ ഇന്നേതു മേഘദൂതു കാത്തു നിൽപ്പൂ സാഹിബ ഇന്നേതു ലോലഗാനം പാടി നിൽപ്പൂ എന്നിലെ സാഗരം ലോലമായി മാഞ്ഞു പിന്നിലാ ചന്ദനം മുഖമായി. ഓക്കെ, സാഹിബ ഞാൻ പാടിയിട്ടുണ്ട് ചേട്ടാ, താങ്ക് യു. ഓക്കെ, ഇങ്ങനെ കിസ്മത്തിലെ സോങ് വളരെ ഇഷ്ടമായി. ഓക്കെ, താങ്ക് യു ചേട്ടാ. പൂവേ പൂവേ പാലപ്പൂവേ പാടിയിട്ടുണ്ടെന്ന്. ഓക്കെ, ഹിന്ദി വീഡിയോ. ഹിന്ദിയിൽ എനിക്ക് ആകെ 2-3 പാട്ടുകളൊക്കെ അറിയത്തുള്ളൂ. ആകെ 2-3 പാട്ടാണ് ഹിന്ദി. പെഹ്ലാനഷ ഞാൻ പാടിയായിരുന്നു കേട്ടോ, പെഹ്ലാനഷ ഞാൻ പാടിയായിരുന്നു. താങ്ക്സ് ഫോർ സാഹിബ. സാഹിബ പോലെ തന്നെ OTT പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് റിലീസായ മണ്ണോട് മണ്ണായി കേട്ടുണ്ടോ അങ്ങനെ ഒരു പാട്ട്? സൂഫി സുജാതയ്ക്കകത്ത് ഞാൻ പാടി നോക്കാം. മണ്ണോട് മണ്ണായി ചേരും വരെ സംഗീതമേ ഞാൻ ധ്രുവങ്ങളാലേ ഓക്കെ. ഓക്കെ, മലരെ മൗനമാ അടിപൊളി പാട്ട്, സൂപ്പർ പൊളിച്ചു. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഓക്കെ, മലരെ മൗനമാ. ഓക്കെ, ചേട്ടൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് മലരെ മൗനമാ. ഓക്കെ, എന്തായാലും പാടാമേ. ഒരു മിനിറ്റ്. 1 മണിക്കൂറല്ലേ എൻ്റെ ലൈവ്? 1 മണിക്കൂർ ഏതായാലും അവസാനിക്കായി. ഓക്കെ, ലാസ്റ്റ് സോങ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കുറച്ചുകൂടെ പേരൊന്ന് വന്നിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ എൻഡ് ചെയ്യാൻ. ഓക്കെ, ഓക്കെ, താങ്ക് യു ചേട്ടാ. മുന്നോട്ട് പോകുന്തോറും അടുപ്പിലായിരിക്കും. ഓക്കെ ചേട്ടാ, താങ്ക് യു. അത് ഏതായാലും മുന്നോട്ട് പോകുന്നെങ്കിൽ ഓക്കെ നല്ലതായിരിക്കും. എന്തായാലും എൻ്റെ 7 മണിക്കാണ് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. 1 മണിക്കൂർ എന്തായാലും കംപ്ലീറ്റ് ആയി. ഓക്കെ, ഞാൻ എല്ലാവരും പിന്നെ ഞാൻ എന്തായാലും 1 hour ക്രോസ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ലൈവ് എപ്പോഴായിരിക്കും? ഓക്കെ, 1 hour വരെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായത് എന്തായാലും നന്നായി. വീഡിയോ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീരാജ് ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് 1 സോങ് ഉണ്ട്. ഏതാ വേണ്ടത്? ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഓക്കെ 1 hour ആയെന്ന് തോന്നുന്നു. അപ്പോൾ ലാസ്റ്റ് സോങ് ആയിട്ട് അനിയത്തി പ്രാവ് പാടുകയാണ്. വേറെ ഇനി ആരെങ്കിലും എന്തെങ്കിലും സോങ്സ് ഉണ്ടോ? ഓക്കെ, ലാസ്റ്റ് ഫൈനൽ സോങ്.
അത് ഞാൻ ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, എനിക്ക് അത്ര അറിയത്തുള്ളൂ. ഞാൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, എനിക്ക് അത്ര അറിയത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും 1 hour എൻ്റെ കൂടെ അടിപൊളിയായിട്ട് ലൈവ് വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ ഓരോ റെക്കമെൻഡേഷൻസും ഞാൻ പാടിയിട്ടുണ്ട്. ഓക്കെ, 75th ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് എനിക്കിങ്ങനെ ഒരു ലൈവ് വരാനും എനിക്ക് ഒരു പ്ലാറ്റ്ഫോം തന്ന റേഡിയോ ക്ലാസിക്കിനും പിന്നെ രശ്മി ഋഷാദ് എന്ന് പറഞ്ഞ ചേട്ടൻ പിന്നെ തില്ലയ്ക്കും എസ്പെഷ്യലി താങ്ക്സ് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്തായാലും ലൈവ് എൻഡ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ് എല്ലാവർക്കും. ബൈ ബൈ.